നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മീനശനി ഇടവവ്യാഴം 1200 കൊല്ലവർഷം മീനമാസം 30 ഞായറാഴ്ച ഉദയാദി 50 നാഴിക 20 വിനാഴികയ്ക്ക് ചോതി നക്ഷത്രവും കൃഷ്ണപക്ഷ പ്രതിപദ തിഥിയും പന്നിക്കരണവും വജ്രനാമ ചന്ദ്രാർക്ക യോഗവും കൂടിയ ദിവസം തുലാക്കൂറിൽ മകരലഗ്നത്തിൽ പൃഥ്വിഭൂതത്തിലാണ് ഈ വർഷത്തെ മേഷ വിഷു സംക്രമം വരുന്നത്. ചതയം നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലപ്രകാരം വളരെ നല്ല അനുകൂലമായ ഗുണഫലങ്ങൾ സാമ്പത്തികമായി ഉണ്ടാകാനായിട്ട് യോഗമുള്ള വർഷമാണ്. തൊഴിലില്ലാത്തവർക്ക് നല്ല തൊഴിൽ കിട്ടും. തൊഴിലുള്ളവർക്ക് തൊഴിൽ സ്ഥാനക്കയറ്റത്തിന് യോഗമുണ്ട്. സാമ്പത്തികമായി നല്ല വർധനവിന് യോഗമുണ്ട്. ചെലവ് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്ന ഒരു വർഷമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ സാമ്പത്തിക വിഷയത്തിലൊക്കെ കുറച്ച് പൈസ മിച്ചം വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള അനുകൂല ഘടകങ്ങളുള്ള ഒരു വർഷമാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ കുറച്ച് ദോഷവുമുണ്ട്. കാരണം നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആത്മതുല്യരായിരിക്കുന്ന ജനങ്ങൾക്ക് രോഗാവസ്ഥകൾ കൊണ്ടോ അവർക്ക് ശാരീരികമായിട്ടോ അല്ലെങ്കിൽ മരണം പോലെയുള്ള ദോഷങ്ങൾ കൊണ്ടോ മാനസികമായിട്ട് ദുഃഖം അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഒരു വർഷം കൂടിയാണ്. അപ്പോൾ അതാണ് മെയിനായിട്ട് ഉള്ളൊരു ദോഷം. രണ്ടാമത്, ആവശ്യമില്ലാത്ത യാത്രകൾ കൊണ്ട് ശാരീരികമായിട്ടുള്ള ക്ഷീണാവസ്ഥ ഉണ്ടാകുക. യാത്രകൾ കൊണ്ട് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഗുണം പരിപൂർണമായിട്ടും കിട്ടാതെയിരിക്കുന്ന ഒരവസ്ഥയുണ്ടാകുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യത്തിന് യോഗമുള്ള ഒരു വർഷമാണ്. അനാവശ്യ യാത്ര കൊണ്ട് ശാരീരികമായിട്ടുള്ള ക്ഷീണം മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് ആണ് യോഗമുള്ളത്. അതേപോലെ തന്നെയാണ് മാനഹാനി പോലെയുള്ള പ്രശ്നങ്ങൾ. അതായത് മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് വിലയില്ലാതിരിക്കുന്നൊരവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത, അതുപോലെയുള്ള സന്ദർഭങ്ങളിലൂടെയൊക്കെ കടന്നു പോകാൻ ഇടവരാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും പരിഹാരം ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചാരവശാൽ ഈ മെയ് മാസത്തിൽ 5-ാം ഭാവത്തിലേക്ക് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം മാറുന്നത് കൊണ്ട് ദൈവാധീനത്തിൻ്റെ കാര്യത്തിലൊക്കെ അനുകൂലമാണ്. എന്നാലും 7.5 ശനിയാണ്. 7 ശനിയിൽ ജന്മത്തിൽ നിന്നുള്ള ശനി 2ലേക്ക് മാറി എന്ന് പറയുമ്പോൾ തന്നെ അത് കുറേ അനുകൂലമായിരിക്കുന്ന അവനവൻ്റെ ശാരീരികമായിട്ടുള്ള രോഗത്തിനൊക്കെ കുറവുണ്ടാകാനുള്ള യോഗമാണ്. എന്നാൽ പോലും ശനി ദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.